ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്തായി അത്താണി എന്ന സ്ഥലത്ത് അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ്. 5.5 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ അതിമനോഹരമായ ഒരു വീടാണ് ഇത്. മനോഹരമായ ഒരു ചുറ്റുമതിലും നല്ല രീതിയിൽ പെയിന്റിംഗ് വർക്കുകൾ ചെയ്ത് നല്ല കളർ കോമ്പിനേഷൻ കൊടുത്ത് വൈറ്റും ഗ്രേയും ബ്ലാക്കും കളറിൽ അതിമനോഹരമായി ഭംഗിയാക്കിയിട്ടുള്ള ഒരു വീടാണ് ഇത്. മെയിൻ റോഡിനോട് ചേർന്ന് നല്ല പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ്. കൂടാതെ ബസ്സുകൾ പോകുന്ന, കണ്ടെയ്നറുകൾ പോകുന്ന മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി GI സ്ക്വയർ ട്യൂബിൽ CMC കട്ടിംഗ് കൊടുത്ത് മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ മുറ്റം. മുറ്റത്ത് ഇവിടെയായി 1-2 വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി ഏതൊരു വലിയൊരു വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി പെയിന്റിംഗ് വർക്കുകൾ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി തീർത്തിട്ടുള്ള 2 പാളികളുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഈ ഭാഗത്തായി വിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു ക്രോക്കറി ഷെൽഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. ഈ വീടിൻ്റെ 99% വർക്കുകളും പൂർത്തിയായിട്ടുള്ളതാണ്. ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ഇതിൽ അവശേഷിക്കുന്നത്. 1-2 ദിവസത്തിനുള്ളിൽ ഈ വർക്കുകളെല്ലാം പൂർത്തിയായി തീരുന്നതാണ്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു ലിവിംഗ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കിച്ചണും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് 1ാമത്തെ ബെഡ്റൂം. വളരെ വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി 3 ഷെൽഫുകളുള്ള വാർഡ്രോബുകളാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് വാഷ്റൂം. വാഷ്റൂമിൻ്റെ ഫൈനൽ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇതും ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. ഇവിടെയാണ് വാർഡ്രോബുകൾ കൊടുത്തിട്ടുള്ളത്. 3 പാളികളിലുള്ള മനോഹരമായ നിറയെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കാണാം. ഇതാണ് ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൺ. ഈ കിച്ചണിൽ
നിറയെ കബോർഡ് വർക്കുകൾ ചെയ്ത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഭാഗത്താണ് കിച്ചന്റെ ഈ ബാക്ക് സൈഡ് ആണത്. ഈ ഭാഗത്താണ് വർക്ക് ഏരിയയുടെ സ്ഥാനം. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കിച്ചൺ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റിലുള്ള. ഈ ഭാഗത്തായി ഒരു പൈപ്പ് ലൈനും എത്തിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഷീറ്റ് വർക്കുകൾ ചെയ്യാനുള്ളതാണ്. അത് മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ളതും സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതുമായ ഒരു സ്റ്റെയർ കേസാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കടന്നു വന്നാൽ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയയുടെ ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളെല്ലാം കൊടുക്കുവാൻ ഉള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയും അതിവിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 3 പാളികളിലുള്ള വാർഡ്രോബുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു വാഷ്റൂം, മനോഹരമായ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം. അതിവിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും 3 പാളികളിലുള്ള വാർഡ്രോബുകളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. ഇവിടെ നിന്ന് നോക്കിയാൽ റോഡും പരിസരവും മറ്റ് വീടുകളും നമ്മളുടെ വീടിൻ്റെ മുറ്റവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കിട്ടുന്നത്. ഇതാണ് ഓപ്പൺ ടെറസിൻ്റെ സ്ഥാനം. ഇവിടെ കവേർഡ് വർക്കുകൾ ചെയ്ത് ചുറ്റിലും ഗ്രില്ല് വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഏരിയ. ഇവിടെയാണ് ഡ്രൈനേജ് പോകുന്നതിനുള്ള ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ടെറസിൻ്റെ ഈ ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോകുന്നതിന് ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് വാട്ടർ ടാങ്കും മറ്റ് ഓപ്പൺ ഏരിയയും എല്ലാം ഉള്ളത്. ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിറയെ പ്ലോട്ടുകൾ, വീടുകൾ വയ്ക്കുന്നതിന് കിണറുകൾ കുത്തിക്കൊണ്ടിരിക്കുന്നു. 2 വീടുകൾ ഉടനെ ഇവിടെ വരുന്നുണ്ട്. ആ ഭാഗത്തായി പാടം സ്ഥിതി ചെയ്യുന്നതിനാൽ ആ ഭാഗത്തു നിന്ന് നല്ല ഫ്രഷ് എയർ കിട്ടുന്നതിനും ഇവിടെ വെള്ളത്തിന്, കിണർ കുത്തിയാൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ കൂടിയാണ്. കിണറിൽ എപ്പോഴും വെള്ളം, ശുദ്ധജലം കിട്ടുന്നതുമാണ്. 5.5 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള മെയിൻ റോഡ് സൈഡിനരികിലുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലും കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 6 കിലോമീറ്ററും NH നിന്ന് 2 കിലോമീറ്ററും അങ്കമാലിയിലേക്ക് വെറും 3 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന, പ്രളയം ബാധിക്കാത്ത മെയിൻ റോഡിന് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമായിരിക്കും. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.